ഈയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബനാന കേക്കാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് 3 പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കുക. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ഇതൊന്ന് 3 പ്രാവശ്യം അരച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. 2 റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കര പൊടിച്ച പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കും. 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്രാമ്പ് കൂടി ഇട്ട് അടിച്ചെടുത്തിട്ട് വരാം. മുട്ട ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര പൊടിച്ചത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് അടിച്ചതിന് ശേഷം കുറേശ്ശെ മൈദമാവ് ഇട്ട് കൊടുക്കുക. ഓയിൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രാമ്പു ചേർത്ത് അടിച്ച പഴത്തിൻ്റെ മിക്സ് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഓയിലൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബട്ടർ പേപ്പർ വെച്ചിട്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ അതിൽ കുറച്ച് തട്ടിയിട്ട് നമ്മൾ ഈ കൂട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കേക്കിൻ്റെ കൂട്ട് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. തട്ടി കൊടുക്കുക. പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അരമണിക്കൂർ കൊണ്ടൊന്ന് ബേക്കിംഗ് ചെയ്തെടുക്കാം. അരമണിക്കൂർ വെച്ചിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെക്കുക. ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കേക്ക് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ കേക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.